പിന്നെ ശബ്ദം കേട്ടതോ ഇനി എനിക്ക് തോന്നിയതാണോ? അവൾ ആരോടെന്നില്ലാതെ പറഞ്ഞുകൊണ്ട് വാതിൽ കുറ്റിയിട്ട് തിരിഞ്ഞതും അവളുടെ മുഖം ആരോ പൊത്തിയതും ഒരുമിച്ചായിരുന്നു. അവൾ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളെ പൊക്കിയെടുത്ത് നടന്നിരുന്നു. ആശയുടെ നെഞ്ചിലൊരാന്തലാണ് ആദ്യം വന്നത്. അവൾ കുതറിക്കൊണ്ട് നോക്കുമ്പോൾ വിച്ചു അവളെ മീശ പിരിച്ചു നോക്കി. എന്തടി ഉണ്ടക്കണ്ണി നോക്കുന്നേ? വിച്ചു നോക്കി കണ്ണുരുട്ടി. ആശയ്ക്ക് അപ്പോഴാണ് ഒരാശ്വാസം വന്നത്. പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൾ കുതറിക്കൊണ്ടിരുന്നു. വിടുവിച്ചു ഏട്ടാ. ആശ നിലത്തേക്ക് ഊർന്നിറങ്ങാൻ ശ്രമം നടത്തി. ഓഹോ, പണ്ട് കാലമാടാ തെണ്ടി പട്ടി എന്നൊക്കെ വിളിച്ചവളാ ഇപ്പൊ വിച്ചുവേട്ടാന്ന്. മാറ്റമുണ്ട്. അവളുടെ റൂമിലേക്ക് ചെന്ന് ബെഡിലേക്ക് ആശയായിട്ട് നടുനിവർത്തിക്കൊണ്ട് വിച്ചു പ്രത്യേക താളത്തിൽ പറഞ്ഞു. ആശ മുഖം ഘടിപ്പിച്ച് അവനെ നോക്കി. പെട്ടെന്ന് തന്നെ ചാടി എണീറ്റിരുന്നു. ഇവിടെ ആരുമില്ല, വിച്ചുവേട്ടൻ പോവാൻ നോക്കിയേ, ആശ ഗൗരവത്തോടെ പറഞ്ഞു. പക്ഷേ എവിടെ, അതൊന്നും വിച്ചു ശ്രദ്ധിക്കുന്നില്ല. അവൻ ബെഡിലേക്കിരുന്ന് അവളെ കുസൃതിയോടെ നോക്കി. ഇവിടെ ആരുമില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ വന്നതും. അവൻ ആശയുടെ അരികിൽ കൈതലയ്ക്ക് താങ്ങിക്കിടന്നു. ആശയുടെ മുഖം ചുവന്നു പോയി. അവൾ കണ്ണുരുട്ടി നോക്കി. ആരോ ചാണകത്തിൽ ചവിട്ടി കാലുളക്കി കിടക്കുവായെന്നറിഞ്ഞു. വിച്ചു ചിരി കടിച്ചമർത്തി പറയുന്നത് കേൾക്കി ആശ ചുണ്ട് കൂർപ്പിച്ചു. അതിന് ലോകത്ത് ഞാൻ മാത്രമാണോ കാലുളക്കി കിടക്കുന്നത്? അവൾ അവൻ്റെ നെറ്റിയിൽ ഒരു കൊട്ടുകൊടുത്തു. പതിയെ ബെഡിൽ നിന്ന് എണീക്കാൻ ഒരുങ്ങിയതും വിച്ചു അവളെ ബെഡിലേക്ക് വലിച്ചിട്ടു. ഈ വയ്യാത്ത കാലും വെച്ച് നീ ഇതെങ്ങോട്ടാ? ഇവിടെ ഇരിക്ക്, നമുക്ക് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. വിച്ചു പറയുന്നത് കേൾക്കി ആശ അവൻ്റെ കയ്യിലിട്ടൊരു തല്ല് വെച്ചു കൊടുത്തു. മര്യാദയ്ക്കിപ്പോൾ പോയിക്കോ, കൊച്ചു വർത്താനം പറയാൻ വന്നിരിക്കുന്നു. ആദ്യത്തെ പോലെ തന്നെ മൈൻഡാക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഒരു പേടിയും ഇല്ല. ആശ പറയുന്നത് കേൾക്കെ വിച്ചു ഊറിച്ചിരിച്ചു. ആദ്യവും എനിക്ക് പേടിയില്ല. അവളുടെ കയ്യിൽ പിടിച്ചു പൊക്കി മടിയിലിരുത്തി വെച്ചു. ആശ എണീക്കും മുൻപേ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. ആശയൊന്ന് ഏങ്ങിപ്പോയി. വിച്ചുവേട്ട, എല്ലാവരും ഇപ്പോൾ വരും കേട്ടോ, ആശ വിറച്ചു പറഞ്ഞു. വിച്ചു പക്ഷേ അവളുടെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി ആഞ്ഞു ശ്വസിച്ചു. അവരെ ഞാൻ കണ്ടിരുന്നു, ഇപ്പോഴത്തൊന്നും അവർ വരില്ല. അവൻ പറയുന്നതോടൊപ്പം കൈകൾ അവളിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി. ആശ അവൻ്റെ കൈ പിടിച്ചു വെച്ച് വേഗം തന്നെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് കട്ടിലേക്കിരുന്നു. നിനക്കൊരു സൂത്രമുണ്ട്. വിച്ചു ചിരിയോടെ പോക്കറ്റിൽ നിന്നൊരു പൊതിയെടുത്ത് ആശയെ കാണിച്ചു. ആശയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ അവന് നേരെ കൈ നീട്ടിയപ്പോൾ ആ കൈയിൽ അവൻ തല്ലി. ആശയുടെ കണ്ണുകൾ കോർത്തു. കണ്ണടക്ക്, എന്നാ തരാം. വിച്ചു തിരിച്ചു പറഞ്ഞപ്പോൾ ആശ അനുസരണയോടെ കണ്ണടച്ചുകൊണ്ട് കൈ നീട്ടി. വിച്ചു പൊതി തുറന്ന് അതിൽ നിന്ന് കറുത്ത കുപ്പിവളെടുത്ത് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്തു. ആശക കണ്ണുകൾ തുറന്ന് കൗതുകത്തോടെ കയ്യിലെ കുപ്പിവളയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു. വിച്ചു കുസൃതിയോടെ അവളെ നോക്കി. അവൻ്റെ കവളിൽ വിരൽ തൊട്ടപ്പോൾ പുഞ്ചിരിയോടെ അവൻ്റെ കവളിൽ ഇരുകൈകളും ചേർത്തമർത്തി ചുംബിച്ചു. വിച്ചു അവളെയും കൊണ്ട് ചിരിയോടെ ബെഡിലേക്ക് മറിഞ്ഞു. അവളുടെ കയ്യിലെ കുപ്പിവളകൾ നാണത്തോടെ കുലുങ്ങി ചിരിച്ചു. വിച്ചുവേട്ടാ, വേണ്ടാട്ടോ. ആശ വിറച്ചുപോയി. അവളുടെ മുഖം ചുവന്നിരിക്കുന്നത് കൗതുകത്തോടെ നോക്കി നിന്ന് വിച്ചു. എന്ത് വേണ്ടാന്ന്? വിച്ചു കുസൃതിയോടെ അവളുടെ കഴുത്തിൽ കിളിയാക്കി. ആശ അവൻ്റെ കൈ പിടിച്ചു വെച്ച് കണ്ണ് കൂർപ്പിച്ചു നോക്കി. ഒന്നും വേണ്ട, ഇങ്ങനെ നോക്കുന്നത്, ഇപ്പോൾ വന്നത്, ഇങ്ങനെ കെട്ടിപ്പിടിച്ചത്, പിന്നെ. അവൾ ബാക്കി പറയാതെ മുഖം കുനിച്ചു. വിച്ചു അവളിൽ നിന്ന് അകന്ന് എണീറ്റിരുന്നു. അവളും എണീറ്റ് മാറിയിരുന്നു. അവനിൽ നിന്ന് അനക്കമൊന്നും കാണാത്തപ്പോൾ അവൾ ഇടം കണ്ടിട്ട് നോക്കി. എന്താ ആലോചിക്കുന്നേ? അവൾ പുരികം ചൊളിച്ചു. ഞാൻ നിനക്കായി അമ്പലപ്പറവിൽ നിന്ന് ശർക്കര ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട്. അതവിടെ ഹാളിലെ മേശമേൽ ഇരിക്കുന്നു. ഒന്നും വേണ്ട എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോട്ടെ. വിച്ചു അത് പറഞ്ഞ് എണീറ്റ് മുണ്ട് മുറുക്കി എടുത്ത് ആശയുടെ മുഖം വീർത്തു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ശർക്കര ജിലേബി, പ്രത്യേകിച്ച് അമ്പലപ്പറമ്പിലെ. എന്താണെന്നറിയില്ല, പ്രത്യേക ഒരു ടേസ്റ്റാണതിന്. അത് പറഞ്ഞാൽ പറ്റില്ല. രോഗിയെ കാണാൻ വരുന്നവർ കൊണ്ടുവരുന്നതെല്ലാം രോഗിക്കാണ്. ആശ ചാടി എണീറ്റ് അവന് മുൻപേ ഹാളിലേക്ക് ഏന്തി നടന്നു. വിച്ചു അത് കാണി ഊറി ചിരിച്ചു. പതുക്കെ, നടുവും തല്ലി വീണാലേ ഞാൻ സഹായിക്കാൻ നിൽക്കില്ല. വിച്ചു പിന്നിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കെ ആശ തിരിഞ്ഞു നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചു. ഒപ്പം മേശമേലിരിക്കുന്ന കവർ പൊളിച്ചു. നല്ല ചൂട് ശർക്കരയുടെ മണം. അധികം ചൂടാറിയിട്ടില്ല. അവൾ അതിൽ ഒരെണ്ണം എടുത്ത് വായിലിട്ടു. താൻ പോടോ തെമ്മാടി, ഞാനേ എൻ്റെ ചെക്കൻ കൊണ്ട് തന്നതാ തിന്നുന്നേ, അതിന് തനിക്കെന്താ? അവൾ കുറുമ്പോടെ പറയുന്നതോടൊപ്പം
കയ്യിലെ ജിലേബി ഒരു കഷ്ണം അവൻ്റെ വായിലേക്ക് വെച്ച് നീട്ടി. അവൻ വേണ്ട എന്ന് കാണിച്ചു. എനിക്ക് ഇവിടെയുള്ളത് മതി. ചുണ്ടിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശർക്കരയിലേക്ക് വിരൽ ചൂണ്ടി കാണിച്ചതും അവൾ കണ്ണുരുട്ടി. ഒപ്പം ആ കൈ തട്ടി മാറ്റി. അയ്യട്ടാ, ഓരോ ആഗ്രഹങ്ങളെ. ആശ അത് ഗൗനിക്കാതെ വീണ്ടും കഴിക്കാൻ തുടങ്ങിയതും വിച്ചു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്തു നിർത്തി. ആശ അവൻ്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അവൾ അവനെ നോക്കും മുൻപേ ആ ചുണ്ടുകൾ വിച്ചു കവർന്നിരുന്നു. ആശയുടെ കണ്ണുകൾ വിടർന്നുപോയി. ദീർഘമായ ചുംബനം. ഇരുവരുടെയും ശ്വാസം പോലും ഒരുമിച്ചു പോയി. അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ വേദനിപ്പിച്ചു. അവൻ്റെ നാവ് ശർക്കരയുടെ രുചിയറിഞ്ഞു. ഒടുവിൽ ശ്വാസം കിട്ടാതെ വന്നതും ആശ അവനെ തള്ളി മാറ്റി. ഇരുവരും കിതച്ചുപോയി. ആശ അവനെ കൂർപ്പിച്ചു നോക്കിയതും വിച്ചു കുസൃതിയോടെ അവൻ്റെ ചുണ്ടുകൾ തുടച്ചു. ബ്ലഡി സ്വീറ്റ്. അവൻ വിജയ് സ്റ്റൈലിൽ പറയുന്നത് കേട്ടതും ആശ അന്തം വിട്ടുപോയി. അവൾ രൂക്ഷമായി വീണ്ടും നോക്കി പേടിപ്പിക്കണ്ട. ഞാനായതുകൊണ്ടേ ഒരുമ്മയിൽ നിർത്തി. ഇപ്പോഴത്തെ പിള്ളേരെങ്ങാനും ആവണം. ഞാനൊരു പാവം. വിച്ചു നിഷ്കളങ്കമായി പറയുന്നത് കേട്ടപ്പോൾ ആശയുടെ കിളികൾ പറന്നുപോയി. ഇങ്ങനെയുടെ സംസാരം കേട്ടാൽ തോന്നും ഞാനാണ് ഇങ്ങനെ കയറി ഉമ്മിച്ചതെന്ന്. അവനൊന്നും സംഭവിക്കാത്ത പോലെ അടുക്കളയിൽ വല്ലതും തിന്നാനുണ്ടോ എന്ന് നോക്കാൻ പോയി. തെമ്മാടി, ചുണ്ടുപൊട്ടിയെന്നാണ് തോന്നുന്നത്. ആശ ആരോടൊന്നില്ലാതെ പറഞ്ഞോട് ചെറുതായി തൊലിപോയ ചുണ്ടിൽ തൊട്ട് പിറുപിറുത്തു. അമ്പലപ്പറമ്പിൽ മനുവിൻ്റെ കയ്യും പിടിച്ച് നടക്കുകയാണ് അല്ലി. മനുവിൻ്റെ തോളത്തിരുന്നു കൊണ്ട് മാളൂട്ടി എല്ലാ കാഴ്ചകളും കൗതുകത്തോടെ നോക്കി കാണുകയാണ്. അമ്മയും കൂടെ തന്നെയുണ്ട്. തായ്മകം തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മേളം കൊണ്ട് വേറൊന്നും കേൾക്കുന്നില്ല. തൊഴുതിറങ്ങി നേരെ പുറത്തെ വഴിയോര കച്ചവടക്കാരുടെ അടുത്തേക്ക് നടന്നു അല്ലി. അവളുടെ ഒപ്പം മനുവും. എനിക്ക് കുപ്പിവെള്ളം വേണം മനുവേട്ട. കൊച്ചുകുട്ടിയെ പോലെ അല്ലി മനുവിനോട് കൊഞ്ചി. മനു ചിരിയോടെ ഒരു കടയിൽ നോക്കി. അതിൽ നിന്ന് ചുവപ്പ് നിറമുള്ള കുപ്പിവളകൾ എടുത്തു. എനിക്ക് കറുപ്പ് മതി. അല്ലി വാശി പിടിച്ചു. മനു അവളെ കുസൃതിയോടെ നോക്കി. അത് വേണ്ട, ചുവപ്പ് മതി. രാത്രി എനിക്ക് പൊട്ടിക്കാനുള്ളതാണ്. അമ്മ കേൾക്കാതെ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്നു പോയി. നിന്റെ മുഖത്ത് നിന്ന് സിന്ദൂരം തൊട്ടെടുക്കാമല്ലോ. മനു ചിരിയടക്കി. അല്ലി മുഖം കൂർപ്പിച്ച് അവൻ്റെ കൈതണ്ടയിൽ അമർത്തി നുള്ളി. അവൻ കുപ്പിവളകൾ മേടിക്കാൻ വേണ്ടി തിരിഞ്ഞതും ഒരു കൈ പിന്നിൽ നിന്ന് അവനെ പിടിച്ചതും ഒരുമിച്ചായിരുന്നു. മനു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിയോടെ നിൽക്കുന്ന വിവേകിൻ്റെ കണ്ണുകൾ അരികിൽ നിൽക്കുന്ന അല്ലിയിൽ ചെന്നെത്തി. അവൾ അവനെ കാണെ ഭംഗിയായി പുഞ്ചിരിച്ചു. ഞാൻ അമ്മയെ പൂരം കാണിക്കാൻ കൊണ്ടുവന്നതാണ്. വിവേക് അമ്മയെ മനുവിനായി പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. മനു അമ്മയെ നോക്കി പുഞ്ചിരിച്ചു. ഒരു പാവം അമ്മ, സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരമ്മ. അല്ലിയെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. അമ്മയുടെ മനസ്സിൽ വിവിയുടെ പെണ്ണെന്ന് മനസ്സിൽ ഉറപ്പിച്ചവളായിരുന്നു അല്ലി. അമ്മയ്ക്ക് വല്ലായ്മ തോന്നി. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശേഷം പറഞ്ഞ ശേഷം ഇരുവരും അല്ലിയുടെയും മനുവിൻ്റെയും അരികിൽ നിന്ന് അകന്നുപോയി. എന്താണ് പെട്ടെന്ന് മുഖമൊന്ന് വാടിയത്? മനു അല്ലിയെ ഇടം കണ്ണിട്ട് നോക്കി. ഏയ്, ഒന്നുമില്ല. അമ്മയെ കണ്ടപ്പോൾ ആ മുഖത്തൊരു സങ്കടം. അത് കണ്ടപ്പോൾ വല്ലാതെയായി. അല്ലി മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു. മനു അത് കേൾക്കെ പുഞ്ചിരിച്ചു. നിന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ വിവേകിന് കിട്ടും. മനു അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ലിയുടെ മുഖം ചുളിഞ്ഞു. എന്നേക്കാൾ നല്ലൊരു പെണ്ണോ? അപ്പോൾ ഞാൻ ചീത്തയല്ലേ? അല്ലിയുടെ നഖം മനുവിൻ്റെ കൈതണ്ടയിൽ അമർന്നു. അല്ലടി, സാധാരണ പെണ്ണ് തേച്ചാൽ അങ്ങനെയല്ലേ പറയുക. പിന്നെ ഞാനും ചീത്തയാണല്ലോ. അപ്പോൾ എനിക്ക് പറ്റിയത് തന്നെയാ നീ. മനു പറയുന്നതോടൊപ്പം അവളുടെ കയ്യിലെ കുപ്പിവളകൾ താളമിട്ടു. അല്ലിയുടെ മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോഴേക്കും അമ്മയും ആളൂട്ടിയും വന്നതുകൊണ്ട് കൂടുതലൊന്നും പറയാതെ കൂർപ്പിച്ചൊന്ന് നോക്കുക മാത്രം ചെയ്തു അല്ലി. എന്തൊക്കെ പറഞ്ഞാലും അല്ലി ചേച്ചിയുടെ കപ്പക്കൂട്ടാനും മീൻചാറും ഒരു രക്ഷയില്ല കേട്ടോ. കണ്ടു പഠിക്കടി. അടുക്കളയിലെ മേശമേൽ ഇരുന്നു കൊണ്ട് പാത്രത്തിലെ കപ്പയും മീൻകറിയും മുക്കി ആസ്വദിച്ച് കഴിക്കുകയാണ് വിച്ചു. ഡോറ് ചാരി നിൽക്കുന്ന ആശയുടെ കണ്ണുകൾ കൂർത്തു. മര്യാദയ്ക്ക് വേഗം തിന്നിട്ട് ഇറങ്ങിപ്പൊക്കോ. അച്ഛനെങ്ങാനും വന്നാൽ തീർന്നു. അല്ല, അറിയാൻ വയ്യായിട്ട് ചോദിക്കുക. ഇവിടെ കിടന്നുറങ്ങാനുള്ള പുറപ്പാടാണോ? ആശ കൈകൾ പിണച്ചു കെട്ടി അവനെ രൂക്ഷമായി നോക്കി. വിച്ചു അതിനൊരു കള്ളച്ചിരി ചിരിച്ചു. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നീ സമ്മതിക്കില്ലല്ലോ. വിച്ചു ചുണ്ട് വിളർത്തി. ഇയാളെ ഇന്ന് ഞാൻ. ആശ അരികിൽ കിടക്കുന്ന ചിരവെടുക്കാൻ നോക്കിയതും വിച്ചു പ്ലേറ്റ് നക്കി വടിച്ച് സ്ഥലം കാലിയാക്കി. ദേ, നാളാവുമ്പോഴേക്കും മര്യാദയ്ക്ക് കാലിലെ ഉളുക്കെല്ലാം ഒഴിച്ച് കഴിഞ്ഞേക്കണം. നാളെ അമ്പലത്തിൽ വരണം. വന്നാലൊരു സൂത്രം കാണിച്ചു തരാം.
പോകാനൊരുങ്ങവേ ആശയുടെ കവിളിലൊരു മുത്തം കൊടുത്ത് വിച്ചു പറയുന്നത് കേൾക്കെ ആശയുടെ മുഖം ചുളിഞ്ഞു. അതൊക്കെയുണ്ട്, നാളെ വരണം കേട്ടല്ലോ, നാളെയും എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തരുത്. വിച്ചു ഭീഷണി പോലെ പറഞ്ഞതും അറിയാതെ ആശ സമ്മതിച്ചു പോയി. വന്നാ പിന്നെ പോകില്ല, ഇപ്പൊ തന്നെ പറഞ്ഞു വിടാൻ പെട്ടൊരു പാട്. ഒരു കൂസലമില്ലാതെ ഗേറ്റും കടന്നു പോകുന്നവനെ നോക്കി നിൽക്കെ ആശ ഒന്ന് നെടുവേർപ്പിട്ടു പോയി. ഒരുത്തിനെയും പേടിയില്ലാത്തൊരു സാധനം. അവൾ ആരോടൊന്നില്ലാതെ പിറുപിറുത്തു. പുഞ്ചിരിയോടകത്തേക്ക് ഏന്തി ഏന്തി നടന്നുപോയി. വാതിലടക്കാൻ നിന്നില്ല. അപ്പോഴേക്കും അച്ഛൻ്റെ വണ്ടിയുടെ ശബ്ദം കേട്ടു. ദൈവമേ, വിച്ചുവേട്ടൻ ഇറങ്ങിപ്പോകുന്നത് അച്ഛൻ കണ്ടു കാണുമോ? അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. അപ്പോഴേക്കും അച്ഛൻ്റെ സ്കൂട്ടി വീടിൻ്റെ മുറ്റത്ത് എത്തിക്കഴിഞ്ഞു. പതർച്ചയോടെ വാതിൽ തുറന്ന അച്ഛനൊപ്പം ഏട്ടനുമുണ്ട്. ശുഭം. വിച്ചു എന്തിനാടി വന്നത്? ഇറങ്ങിയ പാടെ ഏട്ടൻ അതാണ് ചോദിച്ചത്. ദേഹമാകെ വിറച്ചിട്ട് വയ്യ. എന്താണ് പറയുക? മുഖമാകെ ആ വിയർപ്പ് പടർന്നു. അത് അമ്പലി കമ്മിറ്റിയുടെ എന്തോ കാര്യം പറയാൻ വന്നതാ. ഇവിടെ ആരുമില്ല എന്ന് കണ്ടതും ഒന്നും പറയാതെ തിരിച്ചുപോയി. വായിൽ വന്നൊരു കള്ളം പറഞ്ഞൊപ്പിച്ചു. ഏട്ടനെ ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ ആണോ എന്നുള്ള ഭാവം അവിടെ. വിശ്വസിച്ചു എന്ന് തോന്നുന്നു. മനസ്സിൽ പകുതി ആശ്വാസം നിറഞ്ഞു. കോലമാടൻ, അയാൾക്കിത് വല്ലതും അറിയണോ? കാലെങ്ങനെയുണ്ട്? വാ, റെഡിയാവ്, നമുക്ക് വൈദ്യരുടെ അടുത്ത് പോവാം. ആളൊഴിഞ്ഞ വേഗം മാറിക്കോളും. അജിത്ത് അകത്തേക്ക് കയറി കാലിലൊന്ന് പിടിച്ചു നോക്കി ചോദിച്ചു. ഉളുക്ക് വീണെടുത്ത് നല്ല വേദനയുണ്ട്. ആ, ഒരുങ്ങുമോളെ, നമുക്കൊന്ന് പോയി നോക്കാം. മനു വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. നോക്കിയും കണ്ടും നടക്കണ്ടേ? അച്ഛനും ഏട്ടനും പിന്താങ്ങി. എല്ലാം തലകുലുക്കി സമ്മതിച്ചു. ഏട്ടൻ അപ്പോഴേക്കും അടുക്കളയിൽ പോയി വല്ലതും കഴിക്കാനുണ്ടോ എന്ന് നോക്കുകയാണ്. കപ്പയുണ്ട് എന്ന് അമ്മ പറഞ്ഞിരുന്നല്ലോ, എവിടെ? അടുക്കളയിൽ നിന്ന് ഏട്ടൻ വിളിച്ചു ചോദിക്കുന്നത് കേട്ടപ്പോൾ ഞെട്ടലോടെ അങ്ങോട്ടേക്ക് നോക്കി. കാലമാടൻ, മുഴുവൻ കഴിച്ചല്ലേ? ഇനി ഏട്ടനോട് എന്താ പറയുക കൃഷ്ണ? പതർച്ചയോടെ നോക്കി നിന്നു. അപ്പോഴേക്കും ഏട്ടൻ ഹാളിലേക്ക് വന്നു. അച്ഛനും സംശയത്തോടെ തന്നെ നോക്കുകയാണ്. എങ്ങനെ നോക്കാതിരിക്കും? 2 പേർക്ക് കഴിക്കാനുള്ളതാണ് ആ തെമ്മാടി മൊത്തം കഴിച്ചത്. അയ്യോ സോറി ഏട്ടാ, മുഴുവൻ ഞാൻ കഴിച്ചുപോയി. ഫ്രിഡ്ജിൽ മാവിരിക്കുന്നുണ്ട്, ഞാൻ ദോശ ചുട്ടു തരാം. ആശ അജിത്തിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അജിത്തിൻ്റെ മുഖം ചുളിഞ്ഞു. കപ്പ ഇഷ്ടമില്ലാത്തവളാണ് മുഴുവൻ കഴിച്ചു എന്ന്. അവൻ വിശ്വാസം വരാതെ അവളെ നോക്കി. കാല് വേദനിച്ചപ്പേ വേദന മറക്കാൻ ആശ നന്നായെന്ന് വിളിച്ചു കാണിച്ചു. അജിത്തിനത് കേൾക്കെ ചിരി വന്നു. ചാണകം ചവിട്ടിയല്ലേ വീണത്, ക്ഷീണം കാണും. അജിത്ത് അവളെ ഇളക്കാനെന്ന പോലെ ഊറിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആശയുടെ മുഖം മാറി. ഇത്രയും നേരം മനുവേട്ടനായിരുന്നു, ഇനി നീയും തുടങ്ങ്. ആശ ചുണ്ട് കുറിപ്പിച്ച് പറഞ്ഞു തീർന്നില്ല. അജിത്ത് അവളുടെ കൈ പിടിച്ച് തിരിച്ചു. നീ എന്നോ പ്രായത്തിന് മൂത്തവരെ ചേട്ട എന്നാണ് വിളിക്കേണ്ടത്, വിളിക്കൊരു ചേട്ട എന്ന്. അവൻ കൈ പിടിച്ച് തിരിച്ചവ പൊന്നീച്ച പാറിപ്പോയി. ഏട്ടാ വിടുവിട്. അവൾ വിളിച്ചു കൂവിയതും അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന അച്ഛൻ അജിത്തിനെ നോക്കി കണ്ണുരുട്ടി. കൊച്ചിനോട് തല്ലുണ്ടാക്കാതെ വന്ന് ദോശ ചുടടാ. അച്ഛൻ അജിത്തിനെ നോക്കി ഒച്ചയെടുത്തപ്പോഴേക്കും ഏന്തി ഏന്തി റൂമിൽ കയറി വാതിലടച്ചു. ഇപ്പോഴാണ് ശ്വാസം നേരെ വീണത്. ഹോ, ഇപ്പൊ പെട്ടുപോയേനെ. അങ്ങേർക്കിത് വല്ലതും അറിയണോ? കോലൻ തെമ്മാടി. ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ബെഡിൽ അമർന്നു. ചുണ്ടിൽ പക്ഷെ ചെറുപുഞ്ചിരി താളം പിടിച്ചിരുന്നു. അപ്പേ, ആപ്പിൾ ബലൂണ് വേണം. മനുവിനെ കണ്ടപാടെ അമ്മമ്മയുടെ കയ്യിൽ നിന്ന് മാളൂട്ടി നേരെ മനുവിൻ്റെ നെഞ്ചിലേക്ക് വീണു. ഏതോ കടയിൽ ആപ്പിൾ ബലൂൺ കണ്ടിട്ടാണ് പെണ്ണ്, അതിനാണ്. എവിടെ മാളൂട്ടിയെ നിന്റെ ആപ്പിൾ ബലൂണ്? മനു അവൾ പറയുന്നത് അതേപടി തിരിച്ചു ചോദിച്ചു. ഏതോ ഒരു ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് കണ്ടപ്പോൾ അമ്മയെയും അല്ലിയെയും അവിടെ നിർത്തി അത് മേടിക്കാൻ വേണ്ടി കുഞ്ഞിനെയും കൊണ്ട് പോയി മനു. ഈ പെണ്ണിനെ കൊണ്ട്. അത് കാണി അല്ലി ചിരിയോടെ അമ്മയെ നോക്കി പറഞ്ഞു. അമ്മയും കൂടെ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 കൈയിലും ഓരോ ആപ്പിൾ ബലൂണും കൊണ്ട് വരുന്ന അച്ഛനും മോളും. ഇതെന്തിനാ 2 എണ്ണം? അല്ലി മനുവിനെ നോക്കി കണ്ണുരുട്ടി. ഒന്ന് അവളുടെ മേമക്കാണത്രേ, ഒന്ന് അവൾക്കും. മനു കൈമലർത്തി. അത് കേട്ടപ്പോൾ അല്ലി ചിരിച്ചു പോയി. മേമ പറഞ്ഞു വിറ്റതാവും. മേമയും കണക്കാ, മോളും കണക്കാ. അമ്മ അത് കേൾക്കെ പറയുന്നുണ്ട്. മാളൂട്ടി എല്ലാം കേട്ട് കുണുങ്ങി ചിരിച്ചു. ശേഷം മൂവരും കൂടി തിരിച്ചു വീട്ടിലേക്ക് നടന്നു. ചെണ്ടമേളവും താലപ്പൊലിയും കഴിഞ്ഞപ്പോഴേക്കും വിവേക് അമ്മയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. പതിവ് പോകുന്ന വഴിയിൽ റോഡ് പണിയാണ്. അമ്മയ്ക്ക് നടുവിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അധികം കുലുക്കം വരാത്ത റോഡിലൂടെ പോകണം. അതുകൊണ്ട് തന്നെ ചാരുവിൻ്റെ വീടിൻ്റെ ഭാഗത്തൂടെയുള്ള റോഡിലേക്ക് കയറി വിവേക്. അവൻ ബൈക്ക് തിരിക്കുമ്പോൾ ഒരു വെള്ള കാർ അവർക്ക് മുൻപിൽ പോകുന്നത് വിവി ശ്രദ്ധിച്ചിരുന്നു. ആ കാറ് ചാരുവിൻ്റെ വീടിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് കണ്ടതും
അവൻ പക്ഷേ അതിനെതിരെയുള്ള ഭാഗത്തേക്കാണ് പോകേണ്ടത്. അങ്ങനെ പോയി അവൻ്റെ വീട്ടിലേക്ക് കുറച്ച് വളഞ്ഞ വഴിയിലെത്താം. എന്തോ ആ കാറ് മുൻപ് കണ്ടു മറന്നതുപോലെ തോന്നി അവന്. ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കുന്ന അമ്മയും ശ്രദ്ധിച്ചിരുന്നു. എന്തു പറ്റി മോനെ? അമ്മ അവനെ സംശയത്തോടെ നോക്കി. ഏയ് ഒന്നുമില്ല അമ്മേ. അവൻ വണ്ടി സ്പീഡ് കൂട്ടി. വീട്ടിലെത്തിയപ്പോൾ നേരം അല്പം ഇരുട്ടിയിട്ടുണ്ട്. ബൈക്കിൽ നിന്ന് ഇറങ്ങിയ പാടെ വാതിൽ തുറന്ന് അമ്മയെ അകത്തേക്ക് കയറ്റി. ഞാനിപ്പോൾ വരാം അമ്മേ, വാതിൽ അടച്ചിരുന്നു. വിവി അമ്മയെ നോക്കി പറഞ്ഞൊരു സംശയത്തിൻ്റെ പേരിൽ ബൈക്ക് തിരിച്ച് ചാരുവിൻ്റെ വീട് ലക്ഷ്യം വെച്ച് പോയി. നേരം നന്നായി ഇരുട്ടിയിരിക്കുന്നു. ചാരുവിൻ്റെ വീടിൻ്റെ ഒതുക്കല് കഴിഞ്ഞപ്പോൾ അവനവിടെ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് നടന്നു. അവിടെ അവൻ കണ്ട കാഴ്ചയിൽ ഒന്ന് നടുങ്ങി. ചാരു! അവൻ സംശയത്തോടെ ആകുലതയോടെ ആ വീടിന് നേർക്ക് നോക്കി വിളിച്ചു. വീടാകെ അടിച്ചു പൊളിച്ചിട്ടിരിക്കുന്നു. പല സാധനങ്ങളും പുറത്തു കിടക്കുന്നു. വിവേക് പരിഭ്രാന്തിയോടെ ചുറ്റും നോക്കി. സിനി, ചാരു! അവൻ ഉറക്കെ വിളിച്ചു. അപ്പോഴേക്കും അപ്പുറത്ത് വീട്ടിൽ നിന്നൊരമ്മ ഇറങ്ങി വന്നു. അവരിവിടെയുണ്ട്. അവർ പറയുന്നത് കേട്ടതും വേഗം തന്നെ അങ്ങോട്ടേക്ക് നടന്നു വിവി. ചെന്നപ്പോഴേ കണ്ടു വാടിത്തളർന്ന് ഉമ്മറത്തിരിക്കുന്ന ചാരുവിനെയും സിനിയെയും. എന്താ പറ്റിയത്? അവൻ അവർക്കരികിൽ ചെന്നിരുന്നു. അറിയില്ല, ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. വന്നപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. ചുവന്ന് കലങ്ങിയ ചാരുവിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. വിവിക്ക് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ വന്നു. ദുഷ്ടന്മാർ മുഴുവൻ നശിപ്പിച്ചു. എൻ്റെ മകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാണ്. ആ അമ്മയും പദം പറയുന്നുണ്ട്. കേട്ടപ്പോൾ അവരുടെ വീടാണ് അതെന്ന് മനസ്സിലായി. വിവേക് പതിയെ എഴുന്നേറ്റു. അവരെ നോക്കുമ്പോൾ അവരുടെ മുഖത്ത് വലിയ തെളിച്ചമൊന്നുമില്ല. ഒപ്പം നീരസം ഉണ്ടതാനും. നിങ്ങളിപ്പോൾ വാ, എൻ്റെ വീട്ടിലേക്ക് പോകാം. അമ്മ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓട്ടോ വിളിക്കട്ടെ ഞാൻ? നാളെ രാവിലെ ഇതിനുള്ളത് നമുക്ക് വന്നിട്ട് ബാക്കി നോക്കാം. ഇവിടെ കേസും കോടതിയും ഒന്നും ഇല്ലെന്നാണോ? വിവേകിൻ്റെ ചോദ്യത്തിന് ചാരു പതറി. വിവേകിൻ്റെ വീട്ടിലേക്ക് പോകുകയോ? അറിയാത്ത ആ വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലും? പക്ഷെ ഇവിടെ നിൽക്കുന്നതിനോടും ഒട്ടും താല്പര്യമില്ല. അവരുടെ വീട് നശിപ്പിച്ചതിന് ഇനി പറയാത്തതൊന്നുമില്ല. നശിച്ചവർ എന്നുവരെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കേൾക്കും, കേട്ട് ശീലമുണ്ട്. പക്ഷേ ചേച്ചിയുമെല്ലാം കേൾക്കേണ്ടി വരുന്നത് കാണുമ്പോൾ ചാരു വിങ്ങി പൊട്ടിപ്പോയി. ഓട്ടോ വന്നിട്ടുണ്ട് ചാരു, വരൂ. അത്യാവശ്യം മാറാനുള്ളത് അപ്പുറത്ത് പോയി എടുക്കാം, എന്നിട്ടിറങ്ങാം. വിവേക് വീണ്ടും വന്ന് പറഞ്ഞപ്പോൾ ചാരു സിനിയെ നോക്കി. അവൾക്കും അത് തന്നെയാണ് നല്ലതെന്ന് തോന്നി. വീട്ടുടമസ്ഥനാണെങ്കിൽ അവരൊന്ന് പോയി കിട്ടുമല്ലോ എന്ന ആശ്വാസത്തിൽ നിൽക്കുന്നു. എല്ലാം കൂടി കണ്ടപ്പോൾ ചാരു പതിയെ എഴുന്നേറ്റ് വിവേകിനെ നോക്കി. വരൂ. വിവേക് അലിവോട് അവളെ നോക്കി പുഞ്ചിരിച്ചു. ചാരുവിൻ്റെ കണ്ണുകൾ വീണ്ടും വീണ്ടും നിറഞ്ഞു വന്നു. അവൾ ചുണ്ട് കൂട്ടി പിടിച്ചുകൊണ്ട് ഇരു കണ്ണുകളും അമർത്തി തുടച്ചു. വൈദ്യരുടെ അടുത്ത് പോയി നന്നായെന്നൊഴിച്ച് ആശയുടെ കാല്. ഇനിയും 2 ദിവസം കൂടി വരണമെന്ന് പറഞ്ഞവൾക്ക് മരുന്നും കൊടുത്തിട്ടാണ് വൈദ്യർ തിരികെ വിട്ടത്. ഒരു ഓട്ടോയിൽ അവളെയും കൊണ്ട് അജിത്ത് വന്നിറങ്ങി. അവനും അച്ഛനും ചേർന്നാണ് അവളെ കൊണ്ടുപോയത്. തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അമ്പലത്തിലേക്ക് പോയവർ തിരിച്ചു വന്നിട്ടുണ്ട്. വീടിനകത്ത് മാളൂട്ടിയുടെ ശബ്ദം കേൾക്കാം. ഇനി തുള്ളിച്ചാടി നടക്കുമ്പോൾ കുറച്ചെങ്കിലും ശ്രദ്ധ വേണം. അവളെ പിടിച്ചകത്തേക്ക് കയറ്റുമ്പോൾ അജിത്ത് ആശയെ കണ്ണുരുട്ടി നോക്കി. നീ പോടാ ഏട്ടാ, എനിക്കറിയാം എങ്ങനെ നടക്കണമെന്ന്. അവൾ വിട്ടുകൊടുക്കാതെ അവനെ നോക്കി മുഖം കോട്ടി. ഡീഡി, വല്ലാതെ വിളച്ചിലെടുക്കണ്ട. ഞാനിപ്പോൾ ഒന്ന് തട്ട് തന്നാലേ ആ കാലിൽ അമർത്തി ചവിട്ടിയാൽ നീ തീർന്നു. അജിത്ത് അവളുടെ കൈ വീഴുന്നതിനോടൊപ്പം പേടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞതും ആശ വലിയ വായിൽ അലറാൻ തുടങ്ങി. അച്ഛാ, ഓടിവാ, ഏട്ടനെന്നെ ചവിട്ടാൻ പോകുന്നു. ആശ പിന്നിൽ വരുന്ന അച്ഛനെ വിളിച്ചു. അച്ഛൻ വന്ന് അജിത്തിൻ്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തു. രണ്ടും കണക്കാ, വകതിരിവില്ലാത്ത 2 സാധനങ്ങൾ. അച്ഛൻ പെരുപുറത്തുകൊണ്ട് അകത്തേക്ക് കയറിപ്പോകുന്നത് കാണി അജിത്ത് വാവിളിച്ചു പോയി. അതെന്താ അച്ഛൻ അവളുടെ തലക്കിട്ട് കൊടുക്കാഞ്ഞത്? അജിത്ത് മുഖം വീർപ്പിച്ച് ആശ വാപൊത്തി ചിരിച്ചു. പൊക്കോണം രണ്ടും കൂടെ. അച്ഛൻ ഒച്ചയെടുത്തപ്പോൾ പിന്നെ രണ്ടാളും മിണ്ടാൻ പോയില്ല. അവളെ അല്ലി അന്ന് മുറിയിൽ കിടത്തി. ഇടയ്ക്ക് മനു വന്ന് കളിയാക്കാനും മറന്നില്ല. ചാണകം എങ്ങനെയുണ്ട് ആശേ? മനു വാതിൽ നിന്ന് നീട്ടി വിളിച്ചു ആശയെ. ആശ കണ്ണുരുട്ടി ഫോണിൽ നിന്ന് കണ്ണെടുത്ത് വാതിൽക്കലേക്ക് നോക്കി. ഇനി ചവിട്ടുമ്പോളേ കുറച്ച് വാരി വായിലേക്ക് ഇട്ട് തരാം. ടേസ്റ്റ് ചെയ്തിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ആശ പറയുന്നത് കേൾക്കെ അടുത്തുനിന്ന് അല്ലി പൊട്ടിച്ചിരിച്ചു. മനു അവളെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിച്ചു. വെറുതെ അല്ലടി നീ വഴിക്ക് വീണത്. മനുമുഖം കോട്ടി. ദേടി ചേച്ചി, കൊണ്ടുപൊക്കോ ഈ മുതലിനെ, എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആശ അല്ലിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മനു ചിരിയമറുത്തി. ചൊറിയുന്നുണ്ടെങ്കിൽ മാന്തടി അല്ലേ അല്ലി? മനു ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞപ്പോൾ അല്ലി അവനെ കണ്ണുരുട്ടി.
മനു ഊറി ചിരിച്ചുകൊണ്ട് ആശയുടെ തലക്കിട്ടൊരു കൊട്ട് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എല്ലാത്തിനെയും ഞാനുണ്ടല്ലോ. ആശ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് കൂർപ്പിച്ച് പിറുപിറുത്തു. അല്ലി അത് കേൾക്കെ ചിരിക്കണോ കരയണോ എന്നറിയാതെ നിന്നുപോയി.